قلبي دوما يغمرني من فيض ضياء. آيات المولى تدفعني نحو العليا، والكون الواسع في صدري أحضنه أرضا وسماء. يا ربي قد نلت. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, ഇനി നമുക്ക് പഠിക്കാനുള്ള സൂറത്തുൽ ദുഹ ആണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്ദുഹ വല്ലൈലി ഇദാ സജാ എന്ന് തുടങ്ങുന്ന സൂറ നമുക്കൊക്കെ പരിചയമുള്ള സൂറത്ത് കൂടിയാണിത്. പരിശുദ്ധ ഖുർആനിലെ 93-ാമത്തെ സൂറയാണിത്. മക്കിയയാണ്. 11 ആയത്തുകളാണുള്ളത്. 40 കലിമത്തുകളും 172 അക്ഷരങ്ങളും. ഈ സൂറയും അതുപോലെ തന്നെ അലം നശ്റഹ് എന്ന് തുടങ്ങുന്ന സൂറയും ഇന്നാ അഅ്തൈനാക്കൽ കൗസർ എന്ന് പറഞ്ഞു തുടങ്ങുന്ന സൂറയും, ഈ 3 സൂറകളും അല്ലാഹു തആലാന്റെ സ്നേഹം കൊണ്ട് വഴിഞ്ഞൊഴുകുന്ന സൂറത്തുകളാണ് എന്നാണ് പറയപ്പെടുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം അള്ളാഹു അങ്ങേയറ്റം പ്രകടിപ്പിച്ച 3 സൂറകളാണിത്. അവിടത്തേക്കുള്ള അല്ലാഹു തആല ചെയ്തു കൊടുത്ത നിഅമത്തുകളും അനുഗ്രഹങ്ങളും അവിടുത്തെ പോരിശയും പ്രത്യേകതകളും എടുത്തു പറയുന്ന സൂറത്തുകൾ. ഈ സൂറ ഇറങ്ങാനുണ്ടായ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുറച്ച് ദിവസം വഹ്യ് വരാതിരുന്നു. വഹ്യ് വരുന്നില്ല, ജിബ്രീൽ അലൈഹിസ്സലാം അടുത്ത് വരുന്നില്ല. അപ്പോൾ ഇത് ശ്രദ്ധയിൽപ്പെട്ട മക്ക മുശ്രിക്കുകൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കാൻ തുടങ്ങി. കണ്ടോ, മുഹമ്മദിൻ്റെ റബ്ബ് അവനെ കൈവിട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് വഹ്യ് വരാത്തത്. പ്രവാചകനാണെങ്കിൽ മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്ക് വന്നുകൊണ്ടിരുന്നത് പോലെ തുടർച്ചയായിട്ട് വരണ്ടേ, ഇപ്പോൾ കുറേ ദിവസമായിട്ട് വരുന്നില്ല. അതുകൊണ്ട് അല്ലാഹു തആല മുഹമ്മദ് നബിയെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നുവരെ മക്ക മുശ്രിക്കുകൾ പറഞ്ഞു വരുത്തി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെവിയിലും എത്തി. തങ്ങളും വിഷമിച്ചിരിക്കുകയായിരുന്നു വഹ്യ് വരാത്തതിൻ്റെ പേരിൽ. ആ ഒരു അവസരത്തിലാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഈ സൂറയുമായി ഇറങ്ങി വന്ന് അവിടുത്തെ ആശ്വസിപ്പിക്കുന്നത്. ഏകദേശം എത്ര ദിവസമാണ് വഹ്യ് വരാതിരുന്നത് എന്നതിനെക്കുറിച്ച് മുഫസ്സിരീങ്ങൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. 12 എന്ന് പറഞ്ഞ ആളുകളുണ്ട്, 15 ദിവസമാണ് എന്ന് പറഞ്ഞവരുണ്ട്, 25 ദിവസമാണ്, അതല്ല 40 ദിവസമാണ് വരാതിരുന്നത് എന്നൊക്കെ വിവിധ അഭിപ്രായങ്ങൾ ആ വിഷയത്തിലുണ്ട്. ഏതായാലും മുശ്രിക്കുകൾ പറഞ്ഞു, ഇന്ന മുഹമ്മദൻ വദ്ദഅഹു റബ്ബുഹു വഖലാഹു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ റബ്ബ് അദ്ദേഹത്തെ ഒഴിവാക്കി, വഖലാഹു നബിയോട് പിണങ്ങുകയും ചെയ്തിരിക്കുന്നു. മുഹമ്മദിൻ്റെ റബ്ബ് അവരെ ഒഴിവാക്കുകയും അവരോട് പിണങ്ങുകയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെ മുശ്രിക്കുകൾ പറയാൻ തുടങ്ങി. അപ്പോഴാണ് അല്ലാഹു തആല അതേ വാക്ക് ഉപയോഗിച്ചിട്ട് അതിന് തിരിച്ചടിക്കുന്നത്, അതിന് മറുപടി കൊടുക്കുന്നത്. ഈ ആയത്തുമായി ഇറങ്ങിയത് അങ്ങനെയാണ്. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. അങ്ങയെ അല്ലാഹു തആല അങ്ങയോട് കോപിച്ചിട്ടുമില്ല, ദേഷ്യപ്പെട്ടിട്ടുമില്ല, അങ്ങയെ ഒഴിവാക്കിയിട്ടുമില്ല. മുശ്രിക്കുകൾ പറഞ്ഞ അതേ പദങ്ങൾ ഉപയോഗിച്ച് അല്ലാഹു തആല ഈ ആയത്തിൽ അതിന് മറുപടി കൊടുക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഈ സൂറയുമായി ഇറങ്ങി വന്ന ഉടനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരുപാട് കാലമായി കാണാൻ പോയിട്ട് എവിടെയായിരുന്നു? മാ ജിഅത ഹത്ത ഇസ്തഖ്തു ഇലൈക. വല്ലാതെ കാണാൻ പൂതിയായി പോയല്ലോ എന്ന് പറഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ മറുപടി എന്താണെന്നറിയോ? എനിക്ക് അതിനേക്കാളും താല്പര്യം ഉണ്ടായിരുന്നു, ആഗ്രഹമുണ്ടായിരുന്നു, പൂതി ഉണ്ടായിരുന്നു അങ്ങയുടെ അടുത്തേക്ക് എത്താൻ. അന കുന്തു അശദ്ദു ഇലൈക ശൗഖൻ. പക്ഷേ വലാകിന്നി അബ്ദുൻ മഅ്മൂറുൻ. ഞാൻ കൽപ്പന കേട്ട് അത് സ്വീകരിക്കുന്ന ഒരു അടിമയല്ലേ ഞാൻ. എന്നോട് കൽപ്പിക്കുന്നത് പോലെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് അതിലേറെ അങ്ങേ കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു എന്ന് ഈ ആയത്തിറങ്ങിയ സമയത്ത് അവർ തമ്മിൽ അങ്ങനെ സംഭാഷണം നടന്നിട്ടുണ്ട്. ആ വഹി അങ്ങനെ വൈകുന്നതിന് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും ഹിക്മത്തുകൾ ഉണ്ടാവാൻ നമുക്കറിയില്ല. അള്ളാഹു ആലം. പല നിലക്കുള്ള ഹിക്മത്തുകളും മുഫസ്സിരീങ്ങളായ ആളുകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ഏതോ ആവട്ടെ, ഇങ്ങനെ ഒരു വൈകിയ സമയമുണ്ടായപ്പോൾ അതിനെ ആക്ഷേപിച്ചപ്പോൾ ആ ആക്ഷേപത്തിന് മറുപടിയായിട്ടാണ് ഈ സൂറ അവതരിച്ചത് എന്ന് ചുരുക്കം. ഇൻഷാ അല്ലാഹ് ഈ സൂറ നമുക്കൊന്ന് പാരായണം ചെയ്യാം.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث صدق الله العلي العظيم. ഇവിടെ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ആശയവും അർത്ഥവും നമുക്ക് പഠിക്കാം. സൂറയുടെ ഒരു രത്ന ചുരുക്കം എന്ന് പറഞ്ഞാൽ വെളിച്ചം തരുന്ന പകലിനെയും ഇരുട്ട് നിറക്കുന്ന രാവിനെയും കൊണ്ട് അല്ലാഹു തആല സത്യം ചെയ്തതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാധാനപ്പെടുത്തുകയും സുപ്രധാനങ്ങളായ ചില സന്തോഷ വാർത്തകൾ അറിയിക്കുകയും ചെയ്യുകയാണ്. ഇതാണ് ഈ സൂറയുടെ ഉള്ളടക്കം. ഇനി അതിൻ്റെ അർത്ഥവും ആശയവും പഠിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്ദുഹാ വല്ലൈലി ഇദാ സജ. വദ്ദുഹാ, പകൽ വെളിച്ചം തന്നെ സത്യം. ദുഹ എന്ന് പറഞ്ഞാൽ വെളിച്ചം, പകലിലുണ്ടാകുന്ന വെളിച്ചം. നമ്മൾ ദുഹ നിസ്കരിക്കാറില്ലേ? ഏകദേശം ളുഹറിൻ്റെയും സുബഹി നിസ്കാരം കഴിഞ്ഞ് ഇശ്റാഖിൻ്റെ ഒക്കെ സമയം കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു സമയം, വെളിച്ചമുള്ള സമയം, സ്വലാത്തുൽ ദുഹ എന്നതിനാണ് പറയാം. അപ്പോൾ വദ്ദുഹ, പകൽ വെളിച്ചം തന്നെ സത്യം. വല്ലൈലി ഇദാ സജ, രാത്രിയും തന്നെ സത്യം. ഇദാ സജ, ആ രാത്രിയുടെ ഇരുട്ട് ശക്തമാകുമ്പോൾ. വല്ലൈലി, രാത്രിയും തന്നെ സത്യം. ഇദാ സജ, അതിൻ്റെ ഇരുട്ട് ശക്തമാകുമ്പോൾ. അപ്പോൾ സത്യം പറയൽ കഴിഞ്ഞു. രണ്ട് പകൽ വെളിച്ചത്തെ പിടിച്ചും രാത്രിയെ പിടിച്ചും സത്യം ചെയ്തതിന് ശേഷം ഇനിയാണ് വിഷയം പറയുന്നത്. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. നബിയെ, അങ്ങയുടെ റബ്ബ് അങ്ങയെ കൈവടിയുകയോ വെറുക്കുകയോ ചെയ്തിട്ടില്ല. മാ വദ്ദഅക, അങ്ങയെ കൈവടിഞ്ഞിട്ടില്ല. റബ്ബുക, അങ്ങയുടെ രക്ഷിതാവ്. വമാ ഖലാ, വെറുക്കുകയോ ചെയ്തിട്ടില്ല. ഖല എന്ന് പറഞ്ഞാൽ വെറുത്തു, വദ്ദ എന്ന് പറഞ്ഞാൽ കൈവടിഞ്ഞു. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, അങ്ങയുടെ റബ്ബ് അങ്ങ് കൈവടിയുകയോ വെറുക്കുകയോ ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു പുറംതള്ളുകയോ അവിടത്തോട് കോപിക്കുകയോ ചെയ്തിട്ടില്ല. ഏതാനും ദിവസം വഹി വരാതിരിക്കുകയോ പ്രബോധന മാർഗത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതിബന്ധങ്ങൾ നേരിടുകയോ ചെയ്യുന്നത് അള്ളാഹു കൈവിട്ടത് കൊണ്ടല്ല. പിന്നെയോ അള്ളാഹുവിൻ്റെ എല്ലാ പ്രവൃത്തികളിലും എന്തെങ്കിലും മഹത്തായ ചില ഹിക്മത്തുകളും യുക്തികളും ഉണ്ടായിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതൊക്കെ നടക്കുന്നത്. അത് അള്ളാഹുവിനെ അറിയാവൂ. എന്തൊരു ആശ്വാസമുള്ള വാക്കാണല്ലേ. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. റബ്ബ് എങ്ങനെ കൈവിട്ടിട്ടില്ല എന്ന്. പിന്നെ എന്താ വേണ്ടത്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു തആല പറയണം, അങ്ങയെ റബ്ബ് കൈവിട്ടിട്ടില്ല, അങ്ങയോട് ദേഷ്യപ്പെട്ടിട്ടില്ല, കോപിച്ചിട്ടില്ല, വെറുത്തിട്ടില്ല, ഒന്നുമില്ല. എന്തൊരു ആശ്വാസമുള്ള വാക്കാണ്. നമ്മളോട് ഇപ്പോൾ ഒരാൾ വന്നിട്ട് നീ പേടിക്കേണ്ടടാ, എൻ്റെ കൂടെ ഞാനുണ്ട്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാനുണ്ട് എൻ്റെ കൂടെ എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു ആശ്വാസം നമുക്ക്. ഇത് സാക്ഷാൽ റബ്ബാണ് പറയുന്നത്. അള്ളാഹു അങ്ങയുടെ കൂടെയുണ്ട്, അങ്ങ് പേടിക്കേണ്ടതില്ല, അങ്ങയെ അള്ളാഹു വെറുത്തിട്ടില്ല. ഇനി അള്ളാഹു തആല പറയുന്നത് നോക്കൂ, അടുത്ത ആയത്ത്. വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. അങ്ങേക്ക് ഇഹലോകത്തേക്കാൾ ഉദാത്തം പരലോകം തന്നെയാണ്. വലൽ ആഖിറത്തു, പരലോകം തന്നെയാണ്. ഖൈറുൻ, ഏറ്റവും ഉത്തമമായത്. ലക, അങ്ങേക്ക്. മിനൽ ഊല, ഇഹലോകത്തേക്കാൾ, ദുന്യാവിനേക്കാൾ അങ്ങേക്ക് ഏറ്റവും ഗുണം പരലോകം തന്നെയാണ്. അപ്പോൾ ഇരുട്ടും വെളിച്ചവും എന്ന പോലെ, രാവും പകലും എന്ന പോലെ സുഖദുഃഖങ്ങളുടെ സമ്മിശ്രമായിരിക്കും ഇഹലോകത്തെ ജീവിതം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാരിത്രിക ജീവിതം അങ്ങനെയല്ല. അവിടെ സുഖസമ്പൂർണമായ ശാശ്വത ജീവിതമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിക്കുക. അതുകൊണ്ട് നിങ്ങൾ ദുനിയാവ് കാര്യമാക്കേണ്ട. അല്ലാഹു തആല പറഞ്ഞു വരുന്നത് അതാണ്. ദുനിയാവിൽ ഇങ്ങനെയൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ആഖിറത്തിൽ അങ്ങനെയൊന്നുമല്ല. അങ്ങേക്ക് അവിടെ പരിപൂർണ്ണ സുഖമായിരിക്കും, റാഹത്തായിരിക്കും, സന്തോഷമായിരിക്കും. അതുകൊണ്ട് ദുനിയാവ് കാര്യമാക്കേണ്ട. ആഖിറത്ത് അപേക്ഷിച്ച് ദുനിയാവ് ഒന്നുമല്ല. അല്ലാഹു തആല ആ ഒരു സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. അല്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീരെ കാര്യമാക്കാറില്ലായിരുന്നു, അല്ലേ? അവസാന സമയത്ത് അവിടത്തെ ദേഹവിയോഗം നടക്കുന്ന സമയത്ത് എന്താ വേണ്ടത്, ഏതാ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ദുനിയാവാണോ ആഖിറമാണോ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആഖിറം മതി എന്നല്ല പറഞ്ഞത്. ഒരിക്കൽ
പായയിൽ കിടന്ന് എണീറ്റപ്പോൾ ശരീരത്തിൽ പാടുകൾ കണ്ടു. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അടുത്തുണ്ടായിരുന്നു എന്നാണ്. കിടന്നിട്ട് എഴുന്നേറ്റ സമയത്ത് ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ആ പായൻ്റെ പാട് കണ്ടു. അങ്ങനെ എഴുന്നേറ്റപ്പോൾ അബ്ദുല്ലാഹിബ്നു മസ്ഊദിന് ഇത് കണ്ടപ്പോൾ വലിയ സങ്കടമായി. അദ്ദേഹം അവിടുത്തെ ശരീരത്തിൽ ആ പാടുകൾ ഇങ്ങനെ തടവി കൊടുത്തിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, അല്ല ആദൻതനാ ഹത്താ നബ്സുത ലക അലൽ ഹസ്വരി ശൈഅ, ഞങ്ങൾക്കൊന്ന് സമ്മതം തന്നൂടെ, ആ പായയുടെ മേൽ എന്തെങ്കിലുമൊക്കെ വിരിച്ചു തരാലോ അങ്ങക്ക് കിടക്കാൻ. അങ്ങനെ ആ ഈത്തപ്പനയുടെ ആ പായയിൽ അങ്ങനെ തന്നെ ആ മട്ടലിൽ കിടക്കുന്നത്, ആ ഓലയിൽ കിടക്കുന്നത്, ഞങ്ങളതിൻ്റെ മേലെ എന്തെങ്കിലും വിരിച്ചു തരട്ടെ, അതിനൊന്ന് സമ്മതം തരൂ. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അബ്ദുല്ലാഹിബ്നു മസ്ഊദ്, വേണ്ട, മാലി വലി ദുനിയ, ഞാനും ദുനിയാവും, എനിക്കെന്ത് ദുനിയാവ്, ഇന്നമാ മസലി വമസലു ദുനിയ കറാക്കിബിൻ, എൻ്റെയും ദുനിയാവിൻ്റെയും ഉദാഹരണം പറയുകയാണെങ്കിൽ അതൊരു സഞ്ചാരിയെ പോലെയാണ്. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കുറച്ചു നേരം അദ്ദേഹം വിശ്രമിക്കാൻ വേണ്ടിയിരുന്നു, പിന്നെ എഴുന്നേറ്റുമാണ് പോവുകയും ചെയ്തു. ഇത്രയേ ഉള്ളൂ എനിക്ക് ദുനിയാവ്, ഇവിടെ എനിക്ക് സുഖ സൗകര്യങ്ങൾ വേണ്ട, അങ്ങനെ തന്നെ മതി എന്ന് പറഞ്ഞു എന്നാണ്. സുബ്ഹാനല്ലാഹ്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമുക്കൊക്കെ എത്ര ബെഡ്ഷീറ്റ് വിരിച്ചാലും മിനുസം പോരാന്ന് തോന്നുകയാണ്. വീണ്ടും വീണ്ടും നല്ല മിനുസമുള്ള നല്ല ക്വാളിറ്റിയുള്ള ബെഡ്ഷീറ്റ് തിരഞ്ഞു പോകാൻ നമ്മൾ, പുതപ്പും വിരിപ്പും ഒക്കെ ആയിട്ടില്ലേ. നമ്മുടെ കുട്ടികളുടെ പുറത്തൊക്കെ ഉറങ്ങി എണീറ്റിന് ശേഷം ഇങ്ങനെ വല്ല പാടും കണ്ടാൽ നമ്മുടെ സങ്കടത്തിലായിരിക്കും. നമ്മൾ പിറ്റേന്ന് തന്നെ ഓടൂലേ, നല്ല കടക്ക വാങ്ങിച്ചു കൊടുക്കൂലേ. സുബ്ഹാനല്ലാഹ്, അതൊന്നും വേണ്ടാന്നല്ല പറയുന്നത് കേട്ടോ, ഒന്നും വേണ്ടാന്നല്ല, ഒക്കെ വേണം, നമുക്കുള്ളതിനനുസരിച്ച് നമ്മൾ കൊണ്ടു നടക്കണം, വേണം, ഒക്കെ ശരിയാണ്. പക്ഷേ വല്ലാത്ത ആർത്തി ദുനിയാവിനോട് വേണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. വല്ലാത്ത ആർത്തി ദുനിയാവിനോട് വേണ്ട. ഉമർ റളിയല്ലാഹു അൻഹു ഇവർക്ക് കരഞ്ഞു പോയിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് ചെന്നപ്പോൾ തങ്ങൾ കിടക്കുകയാണ്, ഈ ഒരു പായയിൽ ഇങ്ങനെ ഓലയിൽ കിടക്കുകയാണ്, ഓലപ്പായയിൽ കിടക്കുകയാണ്. അപ്പോൾ അടുത്ത് പോയിരുന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ശരീരത്തിൽ അതിൻ്റെ പാടുകളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ആ റൂമൊന്നും ഇങ്ങനെ വീക്ഷിച്ചു. അപ്പോൾ ആ റൂമിൽ ചെറിയൊരു അലമാര എന്ന് പറയാൻ പറ്റുന്ന, നമ്മുടെ ഇന്നത്തെ പോലെ അലമാരയൊന്നുമല്ല, സാധനങ്ങൾ വെക്കാൻ പറ്റുന്ന ഒരു സംഗതി. അവിടെ നോക്കിയപ്പോൾ അവിടെ ഒന്നും കണ്ടില്ല, ആകെ കുറച്ച് ബാർലി ഉണ്ട്, ഒരു കൈപ്പിടിയിൽ ബാർലിയാണ് അവിടെ കണ്ടത്. പിന്നെ ഇങ്ങനെ നോക്കിയപ്പോൾ ഒക്കെപ്പാടായപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു സങ്കടം സഹിക്ക വയ്യാതെ കരഞ്ഞുപോയി. അള്ളാഹിൻ്റെ പ്രവാചകൻ്റെ വീടാണല്ലോ ഇത് എന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞപ്പോൾ തങ്ങൾ ചോദിച്ചു, എന്തിനാ കരയണമെന്ന് ചോദിച്ചു. ഇബ്നുൽ ഖത്താബ്, മാ യുബ്കീക യാ ഇബ്നുൽ ഖത്താബ്, എന്തിനാ കരയണമെന്ന് ചോദിച്ചു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ നബി അല്ലാഹ് വമാലി, ഞാൻ എങ്ങനെ കരാതിരിക്കും, ഞാൻ എങ്ങനെയാണ് കരാതിരിക്കുക? ഈ ഓലയുടെ പായ അങ്ങയുടെ ശരീരത്തിൽ ഇതിന് അടയാളം വരുത്തിയിട്ടുണ്ട്, അങ്ങക്ക് വേദനിച്ചിട്ടുണ്ടാവുമല്ലോ കടന്നപ്പോൾ, അതുകൊണ്ടല്ല ഇപ്പോൾ അടയാളം വന്നത്. വഹാദിഹി ഖസാനത്തുക ലാ അറാ മാ ഫീഹാ ഇല്ലാ മാ അറാ, നിങ്ങളുടെ വീട്ടിലെ അലമാരിക്ക് നോക്കിയപ്പോൾ ഞാൻ ആകെ ഈ ഒരു സാധനം കണ്ടുള്ളൂ. അങ്ങ് അള്ളാഹുവിൻ്റെ പ്രവാചകനല്ലേ. വദാക ഖൈസർ വ കിസ്റ ഫി സിമാരി വൽ അൻഹാർ, അവിടെ ആ കൈസർ രാജാവ്, പിന്നെ അതേപോലെ തന്നെ കിസ്റ രാജാവ്, ഇവരൊക്കെ വലിയ വലിയ സുഖലോലുപതയിലാണ്. വഅൻത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസഫവതുഹു വഹാദിഹി ഖസാനതുക, അങ്ങ് അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, അള്ളാഹു തിരഞ്ഞെടുത്ത അള്ളാഹുവിൻ്റെ സഫിയാണ്, ഹബീബാണ്, എന്നിട്ടും ഇങ്ങനെയോ? ഉമർ റളിയല്ലാഹു അൻഹു സങ്കടം സഹിക്ക വയ്യാതെ ഞാൻ കരഞ്ഞു പോയതാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, യബ്നൽ ഖത്താബ്, നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം ഉമറേ, അലാ തർള അൻ തഖൂല ലൽ ആഖിറ വലഹുമുദ് ദുനിയ, ഞമ്മക്ക് ആഖിറോ ഓൽക്ക് ദുനിയാവും ആയിക്കോട്ടെ, അതെനിക്ക് തെറ്റിയല്ലേ, അങ്ങനെ ആയിക്കോട്ടെ, ഓൽക്ക് പെടാതെ ദുനിയാവല്ലേ ഉള്ളൂ, നമുക്ക് ദുനിയാവ് വേണ്ട, നമുക്ക് ആഖിറം മതി, അതുപോലെ അവർക്ക് ദുനിയാവ് ഉണ്ടായിക്കോട്ടെ. ദുനിയാവ് 10 കൊല്ലം കൊണ്ട് കഴിഞ്ഞു പോണ സാധനമല്ലേ, ആഖിറം അങ്ങനെയല്ല, എന്നൊന്നും ശാശ്വതമല്ലേ. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവ് തീരെ കാര്യമാക്കിയിരുന്നില്ല. വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ എന്ന് അല്ലാഹു തആല പറഞ്ഞത് ശരിയാവണ്ണം ഉൾക്കൊണ്ടിരുന്നു. എല്ലാ സ്വഹാബത്തും വയറ്റത്ത് ഓരോ കല്ല് വെച്ച് കെട്ടിയപ്പോഴേ വിശന്നിട്ട് ഓരോ കല്ല് വെച്ച് കെട്ടിയപ്പോൾ 2 എണ്ണം വെച്ച് കെട്ടിയിരുന്നു നമ്മുടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ആ സംഭവം, ഞങ്ങളൊക്കെ വല്ലാതെ വിശക്കുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചെന്ന് പരാതി പറയാൻ പോയതാണ്. ഭയങ്കര വിശപ്പുണ്ട് നബിയെ. അങ്ങനെ ചെന്നിട്ട് എല്ലാവരും ഡ്രസ്സ് ഇങ്ങനെ പൊക്കി കാണിച്ചു കൊടുത്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കുപ്പായം എല്ലാം പൊക്കിയിട്ട് 2 കല്ല് കാണിച്ചു കൊടുത്തു. എല്ലാവരുടെ വാറ്റത്തും ഒരു കല്ലാണ് ഹബീബിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം, 2 കല്ലായിരുന്നു വാറ്റത്ത് എന്നാണ്. എങ്ങനെ ഇപ്പോൾ ഇതൊക്കെ നമ്മളിത് കേൾക്കുക, നമ്മളെങ്ങനെയത് പറയാം? വയറ് നിറഞ്ഞിട്ട് ഇടങ്ങാറായി നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ. സുബ്ഹാനല്ലാഹ്, ഭക്ഷണം കഴിക്കാൻ ഇല്ലാഞ്ഞിട്ടല്ല, ഇനി എന്നെ കൊണ്ട് പോകില്ല എന്നാണ് ഞാൻ അങ്ങനെ നമ്മൾ പറയാം അല്ലേ? ഭക്ഷണം കഴിക്കാൻ വീണ്ടും ഒരാളെ നമ്മൾ നിർബന്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ വീണ്ടും നമ്മുടെ മുന്നിൽ ഭക്ഷണം ഉണ്ടെങ്കിൽ ഇനി എന്നെ കൊണ്ട് പോകില്ല എന്ന് പറഞ്ഞാൽ മാക്സിമം ആയി എന്നർത്ഥം. സുബ്ഹാനല്ലാഹ്, വലിയ നിഅമത്താണ് ഇതൊക്കെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ്. ശുക്ർ ചെയ്യണം നമ്മൾ.
നമുക്ക് കിട്ടുന്ന റിസ്ക് ഭക്ഷണം അള്ളാഹുവിൻ്റെ നിഅമത്താണ്. അതിനോട് ആ ഒരു നന്ദി കാണിക്കുകയും വേണം, ഒരു ബഹുമാനം ഭക്ഷണത്തോട് കാണിക്കുകയും വേണം. വേസ്റ്റാക്കാതെ അതിൻ്റെ മര്യാദകളെ പാലിച്ച് കഴിക്കണം. അപ്പോൾ അള്ളാഹു തആല നിലനിർത്തി തരുള്ളൂ. അപ്പോൾ ഇതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു തആല പറയുന്നത്, വലൽ ആഖിറത്തു ഖൈറുൽ ലക്കും മിനൽ ഊലാ, ദുനിയാവും ആഖിറവും അല്ലെങ്കിലും അങ്ങനെ തന്നെ അല്ലേ. നിരവധി ആയത്തുകളും ഹദീസുകളും ഈ വിഷയം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി വിഷയം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. സുബ്ഹാനക്കല്ലാഹു ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.